മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം 25, 26, 27, 28 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19 വർഷത്തിന് ശേഷമാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. 24 വൈകിട്ട് 4 മണിക്ക് കുറ്റൂർ കണ്ണങ്ങാടി നിന്നാരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകും. 25 രാവിലെയാണ് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിക്കുക. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹോമവും ശുദ്ധികലശവും നടക്കും. തുടർന്ന് കലശം കുളി, വെള്ളോല കുടവെപ്പ്, ഭഗവതിയുടെ തോറ്റത്തിനുള്ള പീഠമേറ്റുവാങ്ങൽ, തൃപ്പന്നിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരൽ, കുഴിയടുപ്പിൽ തീപൂട്ടൽ എന്നിവ നടക്കും. തുടർന്ന് തെയ്യങ്ങളുടെ തോറ്റവും ഉണ്ടാകും. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കുറ്റൂരിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. വലിയ 2000-ഓളം പേര് അണിനിരന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു സജ്ജീകരണങ്ങൾ നമ്മൾ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് പിറ്റേ ദിവസം 25-ാം തീയതിയാണ് കളിയാട്ടം ആരംഭം. അതിൽ ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ അന്നാണ് രാവിലെ ആരംഭിക്കുന്നത്. രാവിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ശുദ്ധികലശം നടക്കും. തുടർന്ന് ഇങ്ങോട്ട് 8 മണിയോടെ കലശം കുളി. ബാല്യക്കാരുടെ 270ഓളം ബാല്യക്കാർ നമ്മുടെ ഈ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലുണ്ട്. അവരെല്ലാവരും കലശം കുളിച്ച് അടുക്കളയിൽ കയറുന്ന ഒരു ചടങ്ങാണ് രാവിലെ നടക്കുക. അതോടൊപ്പം തന്നെ വെള്ളോല കൊടുവെപ്പ്, അതുപോലെ ഭഗവതിയുടെ തോറ്റത്തിനുള്ള പീഠം ഏറ്റുവാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതേസമയം 25-ന് ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 26-ന് പുലർച്ചെ 2 മണി മുതൽ പുലിയൂർ കണ്ണൻ, തൊണ്ടച്ചൻ, തായപ്പരദേവത, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടും. വൈകിട്ട് 3 മണിക്ക് ശേഷം തെയ്യങ്ങളുടെ തോറ്റവും വെള്ളാട്ടവും ഉണ്ടാകും. 26-ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 27-ന് പുലർച്ചെ 2 മണി മുതൽ തെയ്യങ്ങളുടെ പുറപ്പാടും ഉച്ചയ്ക്ക് 12 മണിക്ക് അടിച്ചുതെളി തോറ്റവും ഉണ്ടാകും. 2 മണിക്ക് ദേവക്കൂത്ത്, 3:30-ന് മംഗലം കുഞ്ഞുങ്ങളോട് കൂടിയ തോറ്റവും ഉണ്ടാകും. തുടർന്ന് തെയ്യങ്ങളുടെ തോറ്റവും വെള്ളാട്ടവും ഉണ്ടാകും. 27-ന് സാംസ്കാരിക പരിപാടികളുടെ സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ 28-ന് മടയിൽ ചാമുണ്ടി, പുലിയൂർ കണ്ണൻ, തലച്ചിറവൻ ദൈവം, തൊണ്ടച്ചൻ, തായപ്പരദേവത, ഞരമ്പിൽ ഭഗവതി, കണ്ടങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി, കുണ്ടോർ ചാമുണ്ടി, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. കളിയാട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനമുണ്ടായിരിക്കും. അതേസമയം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി മാതമംഗലം ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത തടസ്സം പരിഹരിക്കാൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ കുറ്റൂർ, പള്ളിമുക്ക്, ചരള്ള, പാണപ്പുഴ റോഡ് വഴിയാണ് മാതമംഗലത്ത് പ്രവേശിക്കേണ്ടത്. മാതമംഗലത്ത് നിന്ന് കുറ്റൂർ, വെള്ളോറ, ഓലയമ്പാടി ഭാഗത്തേക്ക് പോകേണ്ടവരും ഈ വഴി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ബസ്സുകൾ മാതമംഗലം ടൗണിലൂടെ തന്നെ സർവീസ് നടത്തും. പെരുങ്കളിയാട്ട ദിവസങ്ങളിൽ മാതമംഗലം ടൗണിലെ അനധികൃത പാർക്കിംഗ്, വഴിയോര കച്ചവടം എന്നിവ ഒഴിവാക്കണം. പെരുങ്കളിയാട്ട ദിവസങ്ങളിൽ ആവശ്യമായ പ്രദേശങ്ങളിലേക്ക് അധിക സർവീസ് നടത്താമെന്ന് ബസ് ഓണേഴ്സ് പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. മാതമംഗലം ടൗണിന്റെ എല്ലാ ഭാഗങ്ങളിലും നിരവധി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ M. ശ്രീധരൻ, VK കുഞ്ഞപ്പൻ, VP മോഹനൻ, PC ബാലകൃഷ്ണൻ, CN കൃഷ്ണൻ നായർ, ദിനേശ് മറുവൻ, PC രാജീവ് കുമാർ, PC നാരായണൻ, NV തമ്പാൻ, VP കൃഷ്ണൻ, M. വിനോദ്, അജിത് PV എന്നിവർ പങ്കെടുത്തു.